നമസ്കാരം. നമ്മൾ ഡയബറ്റിക് റിവേഴ്സലിൻ്റെ ഭാഗമായിട്ട് മില്ലറ്റുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഓരോ മില്ലറ്റും ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നതെന്ന് കൂടെ കൂടുതൽ അടുത്തറിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു 4 തരത്തിലുള്ള മില്ലറ്റുകൾ: തിന, ചാമ, വരക്, കുതിരവാലി. ഈ 4മാണ് നമ്മൾ ഈ ഒരു ഡയബറ്റിക് റിവേഴ്സലിന് വേണ്ടി നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അതിൽ തിനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. ഈ 4 മില്ലറ്റും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ്. അപ്പോൾ തിനയുടെ പ്രത്യേകത, അതിനകത്ത് ഹൈ ഫൈബറും മഗ്നീഷ്യവും ഉണ്ട്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വളരെ സ്റ്റഡി ആയിട്ടായിരിക്കും നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ വിടുക. അപ്പോൾ പെട്ടെന്ന് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടുന്നൊരവസ്ഥയില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തിന നമ്മളെ സപ്പോർട്ട് ചെയ്യും. തിന ശരിക്കും മോർണിംഗിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ് തിന. അടുത്തത് ചാമയാണ്. ചാമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ദഹനം വളരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അതായത് ഗഡ് ഫൈബർ കൂട്ടും, നമ്മുടെ ഗഡ് മൈക്രോബ്സിനെയൊക്കെ എൻട്രി ചെയ്യും. അപ്പോൾ ഈ ഡൈജഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ല ദഹനം നടക്കുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വയറ് നന്നാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൈജഷൻ നന്നാകാൻ വേണ്ടിയിട്ട് ചാമയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ IBSൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് ചാമ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ 4 മില്ലറ്റ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ രാത്രി ഡിന്നറിനോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഏതിനു വേണമെങ്കിലും ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉപയോഗിക്കാൻ ചാമ നല്ലതാണ്. ഇനി അടുത്തത് വരക്, കുതിരവാലി. ഈ 2 മില്ലറ്റിനും കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അടുത്ത ഒരു വിശപ്പ് തുടങ്ങും. പക്ഷേ ഇത് വളരെ കുറച്ച് കഴിച്ചാൽ തന്നെ വളരെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരകോ കുതിരവാലിയോ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തില്ല. മാത്രമല്ല അയണും പൊട്ടാസ്യവും ഒക്കെ കുതിരവാലിക്കകത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണ്ട മിനറൽസ് കിട്ടും. കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയും. കൂടുതൽ ടൈം നമുക്ക് ഈ പറഞ്ഞ ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പലരും ഓർക്കുന്ന ഏതെങ്കിലും ഒരു സമയത്തെ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്യലാണെന്നാണ്. പക്ഷെ ഒരിക്കലും അത് സയൻറ്റിഫിക് അല്ല. രാത്രി കഴിക്കുന്ന ഫുഡ് ഒരു 8 മണിക്ക് മുമ്പ് കഴിക്കാനായിട്ട് സാധിച്ചാൽ, ആ ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ നോർമലി തന്നെ നമുക്കൊരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു 8 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് വിശക്കുന്നൊരവസ്ഥ ഉണ്ടാവുമെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരകോ കുതിരവാലിയോ കഴിക്കാം. അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് വയറ് ഫുള്ളായിട്ടിരിക്കും, മിനറൽസ് കിട്ടും, വിശക്കത്തുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 4 മില്ലറ്റുകളും മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 2-3 ദിവസം ഒരു മില്ലറ്റ് തന്നെ ഉപയോഗിച്ചാൽ പിന്നെ മറ്റൊരു മില്ലറ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് ഒരു മില്ലറ്റ് ഉപയോഗിച്ചാൽ ഉച്ചയ്ക്ക് മറ്റൊരു മില്ലറ്റ് ഉപയോഗിക്കുക, രാവിലെ മറ്റൊരു മില്ലറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ മടുക്കില്ല. ഇതിന് ഓവറോൾ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എല്ലാത്തിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. വളരെ പതുക്കെ മാത്രമേ ഷുഗറിലേക്ക്, നമ്മുടെ ബ്ലഡിലേക്ക് ഷുഗറിനെ കടത്തി വിടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 4 മില്ലറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഭക്ഷണത്തിൽ ഏതെങ്കിലുമൊക്കെ മില്ലറ്റ് എന്നും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക.